ഫ്രാൻസ് മത്സരമാണല്ലോ നമ്മൾ ഇന്ന് ഉറ്റുനോക്കുന്നത്. ഈ വലിയ ചൂട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദിദിയ ദശാംശ് പറയുന്നത് അത് പാരഗ്വേക്കും അതേ എഫക്ട് തന്നെ ഉണ്ടാക്കും. ഈ കാലാവസ്ഥാ സാഹചര്യം 100 ഫാരൻഹീറ്റ് 90 ഫാരൻഹീറ്റ് വരെയൊക്കെ അത് ഉയരുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അപ്പോൾ എന്താണെങ്കിലും ചൂടിന് അപ്പുറത്തേക്ക് ഒരു മത്സര ചൂടുണ്ട് ആ ഫ്രാൻസ് പാരഗ്വേ പോരാട്ടത്തിൽ. ഇതുവരെയുള്ള ഫ്രാൻസിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പാരഗ്വേ അത്ര വലിയ എതിരാളിയാകുമെന്ന് കരുതാൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുത്തരായി ജർമ്മനിയെ തോപ്പിച്ചിട്ടാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജർമ്മനിയെ അട്ടിമറിക്കും എന്നുള്ളത്. അപ്പൊ ആ ജർമ്മനി ഈ വേൾഡ് കപ്പിൽ തുടക്കം തന്നെ 7 ഗോളുകൾ അടിച്ചാണ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ജർമ്മനി നല്ല ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് റൗണ്ട് ഓഫ് 32 ഒരു അട്ടിമറി വിജയം വരവ് നേടുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. ഏത് ടീമും ഏത് വലിയ ടീമിനെ അടിക്കാൻ കഴിയും. ഇപ്പൊ അങ്ങനെയാണ്, ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല ഫുട്ബോൾ, ഈ ഒരു വേൾഡ് കപ്പ് പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസ് നല്ല ടീമാണ്, എംബാപ്പെ ഫോമാണ്, അതുപോലെ തന്നെ ഡെബലെ ഫോമാണ്. ഇറങ്ങുന്നവർ ആരായാലും ബാർക്കോള ആണെങ്കിലും ഒലീസി ആണെങ്കിലും അവർ പേര് കേട്ട നേരെ എല്ലാവരും നല്ല ഫോമിലാണ്. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ അത്ര എളുപ്പമാവില്ല ഒരിക്കലും. ഇപ്പൊ ഓരോ മത്സരങ്ങളും നല്ല ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് നോക്കൌട്ടിലെത്തുന്ന ഏത് ടീമും മറ്റൊരു സംഘത്തെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഗിഫ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഫ്രാൻസിന്റെ സംഘത്തിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തൊരു വളരെ ക്ലിനിക്കലാണ് അവർ ഇതുവരെയുള്ള പോരാട്ടം നോക്കുമ്പോൾ. ഇപ്പോൾ അർജന്റീന കേപ്പ് വെർഡെക്കെതിരെ ഒന്ന് വിയർത്തു. ബ്രസീല് ആദ്യ മത്സരങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട് ഭേദമായിട്ട് രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ ഫ്രാൻസ് ആദ്യ മത്സരം മുതൽ തന്നെ ഏറെക്കുറെ ഒരു കമ്പോസ്ഡ് കാമായി തന്നെ നീങ്ങുന്ന ഒരു സംഘമല്ലേ? അവർക്ക് അത്രമാത്രം തലവേദനകളുണ്ടോ ഈ ടൂർണമെന്റിൽ? ഇല്ല, ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച ടീമിലൊന്നാണ് ഫ്രാൻസ്. കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ്. അപ്പോൾ അവരുടെ പ്ലേയേഴ്സ് വെച്ചിട്ട് നമ്മൾ ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു വലിയൊരു വെല്ലുവിളി ആവില്ല. പക്ഷെ ഇപ്പോഴത്തെ കളികൾ പോകുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്രാൻസിൽ ഇപ്പോൾ നോക്കിയാൽ മതി, എംബാപ്പെ 6 ഗോളായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഡെമ്പലെ 4 ഗോൾ അടിച്ചു. ഇപ്പോൾ ഒലീസി ആണെങ്കിൽ 5 അസിസ്റ്റ് ആയിട്ടാണ് ടീമിന്റെ ഒരു മിഡ്ഫീൽഡ് മജീഷ്യൻ പോലെയാണ് നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഇറങ്ങുന്നവരാണെങ്കിലും ബാർക്കോള ആണെങ്കിലും 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ആര് വന്നാലും അവർക്ക് വളരെയധികം ഡേഞ്ചർ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. എപ്പോ വേണമെങ്കിൽ കളി ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സ് ആണ് ഈ ഫ്രാൻസ് നിരയിലുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ പരാഗ്വേ അത്ര വലിയ ടീമല്ല, ഒരു ആവറേജ് പ്ലേയേഴ്സ് കൊണ്ടാണ് കളിക്കുന്നത്. പക്ഷെ അവര് ആ കളി മുഴുവനായിട്ട് ഒരേ സ്പിരിറ്റിലാണ് കളിക്കുന്നത്, ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറുകളാണ്. അതാണ് എന്നാലും അപ്പോൾ ഒരു ഫ്രാൻസിന് നേരിയ എഡ്ജ് നൽകുന്നു ഗിഫ്റ്റി ലാസ്റ്റ് അതൊരു എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? എന്താണ് കരുതുന്നത്? സ്കോർ കാർഡ് 90 മിനിറ്റിൽ തന്നെ ഒരു ഡിസിസീവ് ആകുമോ, അല്ലെങ്കിൽ ഫൈനൽ ജേതാവ് ഇന്ന ആളെന്ന് 90-ാം മിനിറ്റിൽ അവർക്ക് അറിയാൻ കഴിയുമോ? കളി എന്തായാലും 90-ാം മിനിറ്റ് തീരുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഫ്രാൻസിന് എളുപ്പത്തിൽ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഫ്രാൻസിനെ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോ ഏറ്റവും മികച്ച ടീമിനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക, എന്തായാലും അവർ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുള്ളൂ. അപ്പൊ ഫ്രാൻസ് തന്നെ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസിന്റെ അത്രയും അറ്റാക്കിംഗ് നിര അറിയാലോ, എത്രമാത്രം ഡേഞ്ചർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേൾഡ് കപ്പിൽ. അപ്പോ എന്തായാലും ഫ്രാൻസ് ജയിക്കാനാണ് സാധ്യത. പക്ഷെ അത്ര ഈസി ആവില്ല.